ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയനുവെന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഇതിനവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദിയെ കർണത്തിൽ അറിയിക്കുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവുമായിട്ടുള്ള രണ്ടാം വരവിനെ കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ 20ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എഫെസോസിലെ സഭയെ കുറിച്ച് പഠിച്ചു. ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും എന്നുള്ള കാര്യം ജയിക്കുന്നവന് കൊടുക്കും എന്ന് അവിടെ പറയുന്നുണ്ട്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവവചനം എല്ലാം അങ്ങനെ തന്നെയാണ്. ചെവിയുള്ളവൻ മാത്രമേ അതിനെക്കുറിച്ച് കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ വായിക്കാം 2-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം. സ്മുർണയിലെ സഭയിലെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത് എന്ന് അവിടെ കാണുന്നു. അപ്പൊ ഇനി അടുത്ത സഭയോടുള്ള ദൂതാണ്, 2ാമത്തെ സഭയാണ് സ്മുർണയിലെ സഭ. സ്മുർണയിലെ സഭ എന്ന് പറയുമ്പോൾ ഏതാണ്ട് എഫെസോസിന് ഏകദേശം 60 കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്നതാണ്. അതിമനോഹരമായ ഒരു പട്ടണമാണ് സ്മുർണ എന്ന് പറയുന്നത്. ഇന്ന് ഇത് തുർക്കിയിൽ ഇസ്മീർ എന്നാണ് ഇത് അറിയപ്പെടുന്നതെന്നാണ് ഇതിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോ സഭയുടെ ദൂതന് എഴുതുക, നമ്മളത് പഠിച്ചതാണ്. ഇനി ഞാൻ എന്നെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. അപ്പോ മരിച്ചവനായിരുന്നു എന്ന് പറയുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആരാണ് ഈ മരിച്ചവൻ? അല്ലേ, മരിച്ചവൻ ആരാണ്? നമ്മളോട് ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ടു പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീയോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുന്നു. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറയുവിൻ. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. എന്നാൽ യേശു അവരെ എതിരേറ്റ് നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവന്റെ കാൽ പിടിച്ച് നമസ്കരിച്ചു. യേശു അവരോട്, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറയുവിൻ, അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. ഇതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലെ? മരിച്ചവനായിരുന്നു എന്ന് അവിടെ പറയുന്നു. ആരാണ് ഈ മരിച്ചവൻ? അല്ലെ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്, അല്ലെ? വെളിപ്പാട് പുസ്തകം അത് തന്നെയാണ് പറയുന്നത്, മരിച്ചവൻ എന്ന് പറയുന്നു, അല്ലെ? അപ്പോ എല്ലാവർക്കും ഇന്നൊരു സംശയം എന്ന് പറയുന്നത് ദൈവം മരിച്ചോ എന്നുള്ളതാണ്, അല്ലെ? യേശു ക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് അവൻ സാക്ഷാൽ ദൈവമായിരുന്നു എന്നുള്ള കാര്യമാണ്, അല്ലെ? സത്യദൈവം എന്നാണോ അവനെ കുറിച്ച് പറയുന്നത്? യേശു കർത്താവിനെ കുറിച്ച് സത്യദൈവം എന്നാണ് പറയുന്നത്. തോമസ് അപ്പോസ്തലൻ എന്താണ് വിളിച്ചത്? എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്നാണ് വിളിച്ചത്, അല്ലെ? വെറും പുത്രൻ എന്നല്ല വിളിച്ചത്, എന്റെ കർത്താവും എന്റെ ദൈവവുമായ ഉള്ളൂവേ എന്നാണ് വിളിച്ചത്, അല്ലെ? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് പറഞ്ഞെങ്കിലും തോമസ് അപ്പോസ്തലൻ എന്താണ് വിളിച്ചത്? എന്റെ കർത്താവും എന്റെ ദൈവവുമായ ഉള്ളോവേ എന്ന് പറയുമ്പോൾ 2ാമത്തെ ദൈവമാണോ? അല്ല. വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ.
അല്ലെ? ആദ്യനും അന്ത്യനും, അല്ലെ? പഴയ നിയമത്തിൽ നമുക്ക് ഒരാദ്യനും അന്ത്യനുമേ ഉള്ളൂ. ഇനി പുതിയ നിയമത്തിൽ ആദ്യനും അന്ത്യനോട് ഉണ്ടോ എന്ന് തൃത്വക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും രണ്ടാമത്തെ വ്യക്തിയും ആദ്യനും അന്ത്യനുമാണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമുക്ക് ഏക ദൈവമേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദൈവങ്ങളായതുകൊണ്ട്, തൃത്വക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദൈവമായതുകൊണ്ട് അവരെന്ത് പറയും? അവർക്ക് രണ്ട് ആദ്യനും അന്ത്യനും അവർക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. 17-ാമത്തെ വാക്യത്തിൽ എഴുതി, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു, അവന്റെ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. അല്ലെ? അപ്പോ ദൈവത്തിന് മാത്രം പറയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. അല്ലെ? കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ട്. അല്ലെ? അബ്രഹാമിനെ നിനക്കറിയുമോ എന്ന് യഹൂദന്മാർ ചോദിക്കുമ്പോൾ നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ, പിന്നെ നീ എങ്ങനെ അബ്രഹാമിനെ അറിയും എന്ന് പറയുമ്പോൾ അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ടെന്ന് കർത്താവ് യേശു ക്രിസ്തു പറയുന്നു. അപ്പോൾ അവന് പൂർവ്വ അസ്തിത്വമുണ്ട്, നിത്യ അസ്തിത്വം ഉണ്ടെന്നാണ് പറയുന്നത്. പൂർവ്വ അസ്തിത്വം എന്ന് പറയുമ്പോൾ അവൻ പിതാവായിരുന്നു, അവൻ വീണ്ടെടുപ്പിനായി പുത്രനായിട്ട് വെളിപ്പെട്ടു എന്നുള്ളതാണ് ആ പറഞ്ഞതിന്റെ പ്രധാനമായ പൊരുൾ. അല്ലെ? അവൻ ദേഹി, അതായത് ആത്മാവായ ദൈവം ദേഹം സ്വീകരിച്ച്, അതായത് ഭൂമിയിൽ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് ജഡമെടുത്ത് ഭൂമിയിൽ മനുഷ്യനായിട്ട് വെളിപ്പെടുന്നു എന്നുള്ളതാണ് അവനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു വലിയ കാര്യമെന്ന് പറയുന്നത്. അപ്പോ ഇതറിയത്തില്ലാത്തവർക്ക്, ഈ വെളിപ്പാട് കിട്ടാത്തവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ദൈവം 3 പേരാണെന്നും 3 വ്യക്തികളാണെന്നും 3 ദൈവങ്ങളാണെന്നും ഒക്കെ, അല്ലെ? 3 പേരുണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടവർ നടന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അല്ലെ? അപ്പം വെളിപ്പാട് കിട്ടിയ ദൈവജനം പറയും ഞങ്ങളുടെ ദൈവം ഏകനാണെന്നും ആ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് യേശു ക്രിസ്തു എന്നും വളരെ വ്യക്തമായിട്ട് വെളിപ്പാട് കിട്ടിയ ദൈവജനം പറയും. അതായത് ബൈബിൾ കോളേജിൽ പഠിച്ചവരല്ല, ബൈബിൾ കോളേജിൽ പഠിച്ചവർ പറയും 2-3 വ്യക്തികളുണ്ട്, അല്ലെ? സ്നാന സമയത്ത് 3 പേരെ കണ്ടെന്നൊക്കെയാണ് പല ആളുകളും തർക്കത്തിന് പറയുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്. അല്ലെ? അപ്പോ ആദ്യനും അന്ത്യനും ആയവൻ അരുളി ചെയ്യുന്നു. അപ്പോൾ ആദ്യനും അന്ത്യനും എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പൂർവ്വ അസ്തിത്വവും നിത്യ അസ്തിത്വത്തെയുമാണ് അത് കാണിക്കുന്നത്. അപ്പൊ 2 കാര്യങ്ങൾ അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അല്ലെ? അവൻ തന്നെയാണ് പുത്രനായിട്ട് വെളിപ്പെട്ടത്. സാക്ഷാൽ ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെടുകയായിരുന്നു. അല്ലെ? നമ്മൾ സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനുമല്ല മനുഷ്യപുത്രനുമല്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും പല ആളുകൾക്കും ഇന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെട്ടു എന്ന് പറയുന്നത് ഇന്നും ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു കുറച്ചിലാണ്. ഒരിക്കലും ദൈവത്തിന് അങ്ങനെ മനുഷ്യനായിട്ട് വെളിപ്പെടാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അവർക്ക് പറയുവാനുള്ളത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് അതിനുള്ള കഴിവില്ല. ദൈവത്തിന് കഴിവുണ്ട്, അല്ലെ? അവൻ ഏകനായി നിന്ന് മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ അസാധ്യമായിട്ട് ഒന്നുമില്ല, എല്ലാം സാധ്യമാണ് അവനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഇതിനെല്ലാം സാധ്യമാണ്. അല്ലെ? തൃത്വക്കാരുടെ ദൈവമാണെങ്കിൽ ഒന്നാമത്തവൻ രണ്ടാമത്തിനോട് ആലോചിച്ചിട്ടും മൂന്നാമത്തവനോട് ആലോചിച്ചിട്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെ 3 പേർ കൂടിയാണ് ഇരുന്ന് ആലോചിക്കുന്ന തൃത്വക്കാരെ സംബന്ധിച്ചിടത്തോളം. ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ദൈവവചനം വെളിപ്പെടുത്തുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും, അപ്പോ ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുകയാണ് ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും. അപ്പൊ എന്താണ് ഇവന്റെ കഷ്ടത? ഇവന് കഷ്ടതയുണ്ട്. അപ്പൊ എന്താണ് ഈ കഷ്ടത എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്മുർണ്ണയിലെ ആളുകളും അവിടെയുള്ള വലിയൊരു കൂട്ടം യഹൂദന്മാരും ക്രിസ്ത്യാനികളും എന്ത് ചെയ്തു? പീഡിപ്പിച്ചിരുന്നു. പട്ടണം ഭംഗിയുള്ളതായിരുന്നുവെങ്കിലും ദൈവജനത്തോടുള്ള ബന്ധത്തിൽ അവരെന്ത് ചെയ്തു? ബന്ധത്തിൽ അവിടുത്തുകാർ സ്വഭാവ വൈകൃതമുള്ളവരായിരുന്നു. അല്ലെ? ഇവരെ ഉപദ്രവിക്കും. കർത്താവിന്റെ ആളാണ്, യേശു ക്രിസ്തുവിന്റെ ആളാണ്, സുവിശേഷം അറിയിക്കുമ്പോൾ അവരെ എന്ത് ചെയ്യും? ഉപദ്രവിക്കാനായിട്ട് വരും. കാരണം അവർക്ക് അത് ഈർച്ച ഉണ്ടാക്കുന്നുണ്ടാവാം. അല്ലെ? കർത്താവിന്റെ ആളാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്?
അവരെ ഉപദ്രവിക്കും. അതാണ് കഷ്ടം. കഷ്ടം എന്ന് പറയുന്നു. ദാരിദ്ര്യം എന്താണെന്ന് ഇനി നോക്കണം. കഷ്ടതയുണ്ട്, ദാരിദ്ര്യവും ഉണ്ട്. എന്താണ് ഈ ദാരിദ്ര്യം? ക്രിസ്ത്യാനികൾ അധികം പങ്കും സമൂഹത്തിൽ എന്താണ് അധംകൃത വിഭാഗത്തിൽപ്പെട്ട ദരിദ്രരായിരുന്നു എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അവിടുത്തെ വിശ്വാസികൾ എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ പിൻപറ്റുന്നതിനുള്ള ബന്ധത്തിൽ ചിലർ മനഃപൂർവ്വം എന്തായി കാണും? ദരിദ്രരായി കാണും എന്നുള്ളതാണ്. യാക്കോബിന്റെ ലേഖനം 2:5 നമ്മൾ വായിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, പ്രിയ സഹോദരന്മാരെ കേൾപ്പീൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന് അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? അല്ലെ, തെരഞ്ഞെടുത്തില്ലയോ? നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ധനവാന്മാരല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്ന, അവരല്ലയോ നിങ്ങളെ ന്യായാസനങ്ങളിലേക്ക് ഇഴച്ചുകൊണ്ടു പോകുന്നത് എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, ദരിദ്രന്മാരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. 21-ാമത്തെ വാക്യത്തിൽ, ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. 22-ാമത്തെ വാക്യത്തിൽ, മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടയ്ക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യർ നിങ്ങളെ എന്ത് ചെയ്യും? ഉപദ്രവിക്കുമ്പോൾ. അല്ലെ, എന്താണ്? 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ എന്താണ്? ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 22-ാമത്തെ വാക്യത്തിൽ, മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദേഷിച്ചും ഭ്രഷ്ടരാക്കി നിന്ദിച്ചും നിങ്ങളുടെ പേർ വിടയ്ക്ക് എന്ന്, അല്ലെ, അവരെ തള്ളിക്കളയും. ഭ്രഷ്ടരാക്കി അവരെ തള്ളിക്കളയും, പേർ വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ വിടക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ തള്ളുമ്പോൾ എന്താണ്? നിങ്ങൾ ഭാഗ്യവാന്മാർ. അല്ലേ? 23-ാമത്, ആ നാളിൽ സന്തോഷിച്ചുകൊള്ളുവിൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. അപ്പോ ആ നാളിൽ, കർത്താവിന്റെ നാളിൽ സന്തോഷിച്ചുകൊള്ളുവിൻ, നിങ്ങളുടെ പ്രതിഫലം എന്താണ്? സ്വർഗത്തിൽ വലിയതാണ് എന്ന് കരുതി സന്തോഷിച്ചുകൊള്ളുവിൻ. അപ്പോ ലൂക്കോസിന്റെ സുവിശേഷം 14:33 നമ്മൾ വായിക്കുന്നു. 14:33 നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. 33-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പം എന്തെങ്കിലും ദൈവത്തെക്കാൾ കൂടുതൽ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, അല്ലെ, അതിനെ വിടാൻ പറ്റുകയില്ല. ഒന്നുകിൽ നിങ്ങളുടെ വിശ്വാസമായിരിക്കാം, അല്ലെ, നിങ്ങളുടെ പാരമ്പര്യമായിരിക്കാം, ഇവയൊക്കെ ആയിരിക്കാം. നിങ്ങൾ കൂടുതലായിട്ട് അതിനോട് ചേർന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കർത്താവിന്റെ ശിഷ്യനാകാൻ സാധിക്കുകയില്ല എന്ന് വചനം വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അല്ലെ, ഏതിന് നിങ്ങൾ കർത്താവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ജീവിതത്തിൽ കൊടുക്കുന്നുവോ എന്താണ്? നിങ്ങൾക്ക് കർത്താവിന്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു സഹോദരങ്ങളെ. ഇനി അടുത്ത പറഞ്ഞിരിക്കാൻ, നീ ധനവാനാകുന്നു താനും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും പറഞ്ഞ ദാരിദ്ര്യം, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും. നീ ധനവാനാണെന്ന് അറിയുന്നു. എന്താണ് ഈ ധനവാൻ? അല്ലെ, നീ ധനവാനാകുന്നു താനും. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്, സകലവും നിങ്ങൾക്കുള്ളതല്ലോ. പൗലോസോ അപ്പൊല്ലോസോ
കേഫാവോ, ലോകമോ, ജീവനോ, മരണമോ, ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവർ. അല്ലെ? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ പറഞ്ഞത്. അല്ലെ? 23 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞ എന്താണ്? ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്. മനുഷ്യരിൽ പ്രശംസിക്കാൻ പാടില്ല. സകലവും നിങ്ങൾക്കുള്ളതല്ലോ. പൗലോസോ അപ്പല്ലോസോ കയഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. നിങ്ങളോ ക്രിസ്തുവിനുള്ളത്, ക്രിസ്തു ദൈവത്തിനുള്ളത്. അപ്പൊ നിങ്ങളുടെ സമ്പത്ത് ഏതാണ്? ക്രിസ്തുവാണ്. നിങ്ങളുടെ സമ്പന്നത ആരാണ്? ക്രിസ്തുവാണ് നിങ്ങളുടെ സമ്പത്ത് എന്നുള്ള കാര്യമാണ് അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ ഈ ലോകത്തുള്ളതല്ല, ലോകത്തിൽ കാണുന്ന നശിച്ചു പോകുന്ന സമ്പാദ്യത്തെ കുറിച്ചല്ല പറയുന്നത്. നമുക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്ന സമ്പത്ത് ആരാണ്? യേശു ക്രിസ്തുവാണ് നമ്മുടെ സമ്പത്ത്. ആ സമ്പത്തിന് വേണ്ടി, ആ സമ്പത്തിനെ നേടുവാനാണ് നമ്മൾ യാത്ര തിരിക്കേണ്ടത്, നമ്മൾ ഓട്ടം ഓടേണ്ടത്. അതിനു വേണ്ടിയാണ് എന്നുള്ള കാര്യം അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 കൊരിന്ത്യർ 8:9 നമ്മൾ വായിക്കുന്നു. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 9-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം സർവസമ്പന്നനാണ്, അല്ലേ? സകലത്തിലും സമ്പന്നനാണ്, ശക്തിയിൽ സമ്പന്നനാണ്, അവൻ എല്ലാ തരത്തിലും സമ്പന്നനാണ്, ജ്ഞാനത്തിൽ സമ്പന്നനാണ്, എല്ലാ കാര്യങ്ങളിലും അവൻ സമ്പന്നനാണ്. കർത്താവിനെ നമ്മൾ നോക്കുമ്പോൾ, അല്ലേ, അനേകരായി നിന്ന് മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന സമ്പന്നനായ ദൈവം, ആ ദൈവം എന്താണ്? ദരിദ്രനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഈ ഭൂലോകം മുഴുവൻ സൃഷ്ടിച്ച, ഭൂലോകത്തിന്റെ മുഴുവൻ ഉടമയായ ദൈവം എന്താണ്? ദരിദ്രനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കൃപ, കാരണം എന്നെയും നിന്നെയും രക്ഷിക്കുവാൻ വേണ്ടി അവൻ ദരിദ്രനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, അല്ലെ? അവന്റെ ശരീരം നമുക്ക് വേണ്ടി യാഗ വസ്തുവാക്കി തീർത്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നു, അല്ലെ? 8:9 എഫേസ്യർ 1:3 നമ്മൾ വായിക്കുന്നു. എഫേസ്യർ 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ ഇവിടെ ഇതൊക്കെ വായിക്കുമ്പോൾ പല ആളുകളും ചിന്തിക്കുന്നു യേശു ക്രിസ്തു വെറും പുത്രനാണ്, പിതാവ് എന്ന് പറയുമ്പോഴത്തേക്കും അത് മറ്റൊരാളാണ് എന്നുള്ള കാര്യമാണ് പലരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ എങ്ങനെയാണ് ദൈവം മനുഷ്യനായി തീർന്ന യേശു ക്രിസ്തുവിലൂടെയാണ് പിതാവായ ദൈവത്തെ, അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ അറിയുന്നത്. ദൈവത്തെ നമുക്ക് നേരിട്ട് അറിയാൻ കഴിയുകയില്ല. ദൈവം മനുഷ്യനായി വെളിപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദൈവത്തെ അറിയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു പൊരുൾ എന്ന് പറയുന്നത്. അല്ലാതെ രണ്ടാമത്തെ വ്യക്തി അതായത് രണ്ടാമത്തെ വ്യക്തിയിലൂടെ ഒന്നാമത്തെ വ്യക്തി മഹത്വപ്പെടുന്നു എന്നുള്ളതല്ല അവിടെ പറയുന്നതിന്റെ പ്രധാനമായ പൊരുള്. അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനത്തിലുള്ള ആഴമായ വെളിപ്പാട് നമ്മൾ പ്രാപിക്കണം എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ഭൗതിക വിഷയങ്ങളിൽ ദരിദ്രരാണ്, പക്ഷെ ആത്മീയ കാര്യങ്ങളിൽ എന്ത് ചെയ്യണം? നമ്മൾ സമ്പന്നരായിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ രണ്ടാമത്തെ ആളെ കുറിച്ചല്ല, അല്ലെങ്കിൽ രണ്ടാമത്തെ ആൾ മുഖാന്തരം ഒന്നാമത്തെ ആൾക്ക് മഹത്വം ഉണ്ടാകുന്നു എന്നുള്ള കാര്യമല്ല. അങ്ങനെ ഒരു കാര്യം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആത്മാവായ ദൈവത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അവിടെ എഴുതിയിരിക്കുകയാണ്, നീ ധനവാനാകുന്നതാനും തങ്ങൾ യഹൂദരെന്ന് പറയുന്നുവെങ്കിൽ യഹൂദരല്ല. അവരുടെ ഒരു തെറ്റ് പറയുകയാണ്, തങ്ങൾ യഹൂദരെന്ന് പറയുന്നുണ്ടെങ്കിൽ യഹൂദരല്ല. അതെന്താണ് ഈ യഹൂദരല്ലാത്തത്? യഹൂദരെന്ന് പറയുന്നെങ്കിൽ യഹൂദരല്ല. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോ, റോമർ 2-ാം അധ്യായം 28 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ, പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ, അശരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ
പുകഴ്ച ലഭിക്കും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അകമേ എന്താണ്? യഹൂദനായവൻ അത്ര യഹൂദൻ. അക്ഷരത്തിലല്ല, ആത്മാവിന്റെ ഹൃദയ പരിച്ഛേദന ഏൽക്കണം, അല്ലെ? ആ പരിച്ഛേദന ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? യഹൂദനാകത്തുള്ളൂ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിച്ഛേദന അത്ര അവന് മനുഷ്യരല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അക്ഷരത്താലല്ല, അല്ലെ? അക്ഷരം കൊണ്ട്, പേരുകൊണ്ട് യഹൂദൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആത്മാവിലൊരു ഹൃദയത്തിന്റെ പരിച്ഛേദന, അതായത് ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അവന് വേണം. പരിച്ഛേദന എത്ര? പരിച്ഛേദന ഇല്ലാത്തവനൊന്നും യഹൂദനല്ല എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫിലിപ്പിയരുടെ ലേഖനം 3-ാം അധ്യായം, ഫിലിപ്പിയർ 3-ാം അധ്യായം 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. 3-ാം അധ്യായം 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെ? എങ്ങനെയാണ് ഇവിടെ ഇത് വായിക്കുമ്പോ? നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കണം, അതുപോലെ തന്നെ വിച്ഛേദനക്കാരെ സൂക്ഷിക്കണം. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നവർ നാം തന്നെ. അപ്പൊ എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും കർത്താവ് യേശു ക്രിസ്തുവിലാണ് ചെയ്യേണ്ടത്. അതാണ് പ്രശംസിക്കുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ കഴിയുകയില്ല. അപ്പം മറ്റൊരുത്തനും രക്ഷയില്ല എന്ന് പറയുന്നതിന്റെ പ്രധാനമായ കാര്യം എന്താണ്? കർത്താവ് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ രക്ഷ. കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നവൻ ദൈവത്തെ കാണുകയാണ്, അവൻ ദൈവത്തിലാണ് എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ യഹൂദരല്ല, എന്തുകൊണ്ടാണ് അവർ യഹൂദരല്ല എന്ന് പറഞ്ഞത് എന്നുള്ള കാര്യമാണ്. അതാണ് അവിടെ പറഞ്ഞതിന്റെ പ്രധാനമായ പൊരുൾ. അപ്പോ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും. ഏതാണ് ഈ സാത്താന്റെ പള്ളിക്കാര്? അല്ലേ? വെളിപ്പാട് പുസ്തകം 3:9 നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. യഹൂദന്മാരല്ലായിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം തങ്ങൾ ദൈവത്തിന്റെ ഒരു പള്ളിയാണെന്ന് തീർച്ചയായും അവർ ചിന്തിച്ചിരിക്കുന്നു. ജനങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ വഞ്ചിക്കപ്പെടുവാനുള്ള ഒരു കാരണം എന്തെന്ന് നമ്മൾ നോക്കുമ്പോ ഇരമ്യാവ് 17:9 നമ്മൾ വായിക്കുന്നു. ഇരമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഇരമ്യാവിന്റെ പുസ്തകം 17-ന്റെ 9-ാമത്തെ വാക്യം. 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഹൃദയം എല്ലാറ്റിനേക്കാൾ കപടവും വിഷവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവനാർ. അല്ലേ? അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഹൃദയം എല്ലാറ്റിനേക്കാൾ കപടവും വിഷവുമുള്ളതാണ്, അത് ആരാഞ്ഞറിയുന്നവൻ ആരെന്ന് അവിടെ പറയുന്നു. അതുപോലെ തന്നെ 1 ദിനവൃത്താന്തം 21:1 നമ്മൾ വായിക്കുമ്പോൾ 1 ദിനവൃത്താന്തം 21:1 1 ദിനവൃത്താന്തം 21:1 വാക്യം. അനന്തരം സാത്താൻ ഇസ്രായേലിനോട് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു എന്ന് അവിടെ കാണുന്നു. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവന് 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ
അടുത്തു വന്ന് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനവൻ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ച് വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? പിശാച് എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളെയാണ് അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെ? നമ്മുടെ ഹൃദയത്തിൽ വേണ്ടാത്ത ചിന്തകൾ, വേണ്ടാത്ത പദ്ധതികൾ ഒക്കെയും കൊണ്ടിടുന്നത് ആരാണ്? പിശാചാണ്. അപ്പൊ ആ പിശാചിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 8:44 വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ എന്താണ്? കൊലപാതകനായിരുന്നു എന്നും അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ പോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നും എടുത്തു പറയുന്നവൻ പോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം മുതലായ വാക്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? സാത്താൻ അവരുടെ ഹൃദയങ്ങളെ എന്ത് ചെയ്തു? കവർന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സാത്താന്റെ പള്ളിക്കാർ അവരുടെ ദൂഷണവും അറിയുന്നു, അവരെന്ത് ചെയ്യുന്നു? ദുഷിക്കുന്നുണ്ട്, അല്ലേ? അപ്പോ നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. അവിടെ എഴുതി കാണും, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. എന്താണ് ഈ സഹിപ്പാനുള്ളത്, അല്ലേ? നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട എന്ന് അവിടെ പറയുന്നു. എന്താണ് ഈ സഹിപ്പാനുള്ളത് പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുക, അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട, മറച്ചു വെച്ചതൊന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല. ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വെളിച്ചത്ത് പറയും, ചെവിയിൽ പറഞ്ഞു കേൾക്കുന്നത് പുരമുകളിൽ നിന്നും കോശിപ്പിൻ. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുകളിലേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ എന്ന് അവിടെ കാണുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 12:32 നമ്മൾ വായിക്കുന്നു. 12-ാം അധ്യായം 32-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുകയാണ്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടുക, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് അവിടെ കാണുന്നു. യോഹന്നാൻ 14:27 നമ്മൾ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 16:33 നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ 16:33 നമ്മൾ വായിക്കുന്നു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്
പറഞ്ഞു. ഇനി എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എബ്രായർ ലേഖനം 13-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ നടപ്പ് ദിവ്യാഗ്രഹമില്ലാതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്യുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യർ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി റോമർക്ക് എഴുതിയ ലേഖനം 8:28 നമ്മൾ വായിക്കുമ്പോൾ, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28 നമ്മൾ വായിക്കുമ്പോൾ, 8-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. വളരെ ശ്രദ്ധിക്കണം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്താണ് നമ്മൾ ഭയപ്പെടേണ്ട എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. അപ്പം നമുക്ക് കഷ്ടവും പ്രയാസവും ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്, തളരരുത്. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ചേർക്കുവാൻ അവൻ വാനമേഘങ്ങളിൽ വേഗം വരും എന്ന പ്രത്യാശയോടെ എല്ലാവർക്കും ഈ ദൈവവചനം അനുഗ്രഹപ്രദമായെങ്കിൽ എല്ലാവരെയും ദൈവം ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ആമേൻ.